വേദി ഡൽഹി രംഗം മാധ്യമ സമ്മേളനത്തിന് ബാക്കിൽ നിൽക്കുന്ന ഷാഫി ഒരു ചിരി ഇങ്ങനെ മുഖത്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഒരു അഭിനയത്തിന്റെ മൂർത്തിഭാവമായി ഫ്രണ്ടിൽ നിൽക്കുന്ന വി.ഡി. സതീശന് വെട്ടിയാൽ ചോര വരില്ല എന്ന് 100% ഉറപ്പാണ്. കെ.സി. വേണുഗോപാൽ നിന്ന് തള്ളുകയാണ്. എന്താണ് തള്ളുന്നത്? ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോഴും കിടന്നിരുട്ടത്ത് ഇങ്ങനെ തപ്പിത്തടയുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഒരു സ്ഥാനാർത്ഥി പട്ടികയെ കൊണ്ടുവരാൻ സാധിക്കാതെ. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ വി.ഡി. സതീശന്റെ മുഖത്ത് പഴയ ആ ഒരു അഭിനയിച്ചു കൊണ്ടുവരുന്ന അഹങ്കാരത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാവമില്ല. ബോഡി ലാംഗ്വേജ് കൊണ്ട് തളർന്നിരിക്കുന്നു വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഇപ്പോൾ കൺസീവ് ചെയ്യുന്ന മുഖഭാവം ഒരു പരാജിതന്റേതാണ് എന്ന് കേരള രാഷ്ട്രീയം തിരിച്ചറിയുന്നു. ഓരോ മാധ്യമ സമ്മേളനത്തിലും ഓരോ നേതാക്കളും അത് നടത്തുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മുഴുവൻ കോൺഗ്രസ് പ്രതിരോധത്തിലായി പോയി എന്നുള്ളത് തന്നെയാണ്. 100% നമുക്ക് ഉറപ്പിച്ചു പറയാം. കോൺഗ്രസ് ഒരുപാട് പിന്നിലേക്കായിരിക്കുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത്. ഇന്ന് 100% നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി ഇന്നൊരു കാഹളം മുഴക്കിയിട്ടുണ്ട്, അക്രമത്തിന്റെ കാഹളം. എന്നെ മാറ്റി നിർത്തുന്നതെങ്കിൽ എന്റെ നേതാക്കൾ അതിനുള്ള കാരണം വ്യക്തമാക്കണം, എന്റെ അയോഗ്യത എന്താണെന്ന് പറയണമെന്ന്. കെ സുധാകരൻ നാളെ ഡൽഹിയിൽ രാവിലെ മാധ്യമ സമ്മേളനം വിളിച്ചിരിക്കുന്നു. എം.കെ. രാഘവൻ ഇന്ന് രാത്രി കെ സുധാകരനെ കണ്ടിരിക്കുന്നു. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിപ്പത്തിലേക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനും ആൻസർ പറയേണ്ടയാൾ വി.ഡി. സതീശനാണ്.